നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ ഡ്യൂട്ടി തുടങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം 7:30 വെളിച്ചം പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. കാരണം വിൻ്ററായ കാരണം സൂര്യനൊക്കെ വരാൻ സമയത്തിരിയാവും. അപ്പോൾ ഇത്തിരി ചെറുതായിട്ട് രാവിലെ ഒരു മഞ്ഞ് പെയ്തിട്ടുണ്ട്. ഡെൻമാർക്കിനാണ് ഉള്ളത്. പുറത്ത് നല്ല കാറ്റും തണുപ്പൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഡ്യൂട്ടി തുടങ്ങുന്ന പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ പരിപാടി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ താക്കോലൊക്കെ ഓണാക്കി ഓയിലും കാര്യങ്ങളൊക്കെ ആദ്യം നോക്കണം. അത് ഓയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ പുറത്തിറങ്ങി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വണ്ടിയിൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കണതിന് മുന്നേ നമുക്ക് ടാക്കോ കാർഡിൻ്റെ ഒരിതുണ്ട്. ഇത് നമുക്ക് ഇന്നത്തെ ഡ്യൂട്ടി തുടങ്ങാൻ പോകണം. സ്റ്റാർട്ട് ന്യൂ വർക്ക് പീരീഡ്, യെസ്, ഡെൻമാർക്ക്, ബിഗിങ് കൺട്രി. അപ്പോൾ നമ്മൾ 13 മണിക്കൂർ 45 മിനിറ്റ് ഓൾറെഡി റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇന്നലെ നേരത്തെ വണ്ടി ഒതുക്കിയിരുന്നു. അപ്പോൾ 13:45 റെസ്റ്റ് എടുത്തു. അപ്പോൾ അടുത്തത് നമുക്ക് അതർ വർക്ക്, ഹാമർ മോഡ് എന്ന് പറഞ്ഞാൽ അതർ വർക്ക് ഹാമർ മോഡ് എന്നൊക്കെ പറയും. ആ മോഡിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ബിഗിൻ കൺട്രി അടിക്കാം. ബിഗിൻ കൺട്രി അടിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി അതർ വർക്ക് നടന്നോളും. ഇനി അടുത്തത് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സർവീസ് ഓർഡർ ചെയ്യുന്നുണ്ട്. പോട്ടെ, നമുക്ക് ഇത് നോക്കണം. നമ്മൾ എന്താ പറയുക, എൻജിൻ ഓയിൽ നോക്കാൻ നമുക്ക് വെഹിക്കിൾ ചെക്കിൽ പോയിട്ട് എൻജിൻ ഓയിൽ ലെവൽ ഫിൽ ലെവൽ ഓക്കെയാണ്. ഓയിൽ ഓക്കെയാണുള്ളത്. അപ്പോൾ അത് ഓക്കെ. പിന്നെ കൂളൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൂളൻ്റെ ടെമ്പറേച്ചർ നോക്കി കഴിഞ്ഞാൽ കുറവ് കൂടുതലുണ്ടെങ്കിൽ ഇതിനകത്ത് കാണിക്കും. ബാറ്ററി നമുക്ക് ഉണ്ട് 23.8 മതി, വണ്ടി സ്റ്റാർട്ടാകാതെ മതി. എല്ലാം ഓക്കെയാണ്. സപ്ലൈ പ്രഷർ എയർ കുറവായിരിക്കും, ഇല്ല എയർ ലീക്കൊന്നുമില്ല. അപ്പോൾ എയർ ഉണ്ട്. പിന്നെ അടുത്ത പരിപാടി നമുക്ക് ഒന്ന് ജസ്റ്റ് വണ്ടിയുടെ പുറത്തൊക്കെ പോയിട്ട് ഒന്ന് നോക്കിയിട്ട് വരാം. കാരണം പുറത്ത് നമുക്ക് ലൈറ്റുകളെല്ലാം കത്തണില്ലേ, കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അത് നോക്കിയിട്ട് വരാം. ആദ്യം ലൈറ്റൊക്കെ ഓണാക്കി വെച്ച് ഹസാഡസും ഓണാക്കിയിട്ട് പോവാം. ചെറുതായിട്ട് സ്നോ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വണ്ടിയുടെ ഫ്രണ്ടിൽ ലൈറ്റ്, ഫോഗ് ലാമ്പ് ഓണാക്കിയില്ല. ലൈറ്റുകളെല്ലാം ഫ്രണ്ടിലെ എല്ലാം ഓക്കെയാണ്. കാറ്റടിക്കുന്നതുകൊണ്ട് സൗണ്ട് എത്ര ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. നല്ല കാറ്റടിക്കുന്നുണ്ട്. ലൈറ്റുകൾ, സൈഡ് ലൈറ്റുകളെല്ലാം കത്തുന്നുണ്ട്. ജസ്റ്റ് ഇതൊക്കെ ഒരു പ്രൊസീജിയറാണ്. ഇതൊക്കെ തട്ടി നോക്കണം എന്നുള്ളത്. ലൈറ്റുകളൊക്കെ നോക്കുന്നുണ്ട്. ടയറുകളുണ്ട്. ടയറൊക്കെ ഞാൻ ഓൾറെഡി രാവിലെ ഇപ്പോൾ മറ്റേ ഇവിടെ വാഷ്റൂമിൽ പോകുന്നതിന് മുന്നേ കുട്ടി നോക്കി പോയതാണ്ടോ. അത് ടയറും നോക്കാതെ വീണ കയ്യിൽ ചളിയാക്കണമെന്ന് വിചാരിച്ചു. ട്രെയിലർ ബ്രേക്ക് ഓക്കെയാണ്. ബാക്കിലെ ലൈറ്റുകൾ എല്ലാം കത്തണേ നോക്കണം. കത്തുന്നുണ്ട്. നമുക്ക് ഇത് ഡോറിൻ്റെ ലോക്ക് ഒരെണ്ണം വിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഓക്കെയാണ്. കാരണം ഞാൻ ഒരു റൗണ്ട് പോയി നോക്കിയതാണ്. പിന്നെ അതൊക്കെ നിങ്ങളും കൂടി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രാവശ്യം കാണിച്ചതാണ്. പക്ഷെ അത് അബദ്ധമായി തോന്നുന്നു. പുറത്ത് നല്ല തണുപ്പാണ്. എത്ര ടെമ്പറേച്ചർ ഞാൻ നോക്കിയില്ല. ടെമ്പറേച്ചർ നോക്കണം. ഒക്കെ ഓക്കെയാണ്. നമ്മുടെ ലൈറ്റുകളെല്ലാം വർക്കിംഗ് ആണ്. മെയിനായിട്ട് ലൈറ്റുകൾ, അതുപോലെ ലൂസായി കിടക്കുന്ന പാർട്സ് വല്ലതുണ്ടോ, ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ അകത്ത് തിരിച്ചു കയറാം. ഇത് ഇങ്ങനെ വർക്ക് അറൗണ്ട് ചെക്ക് പറഞ്ഞാൽ എത്ര സമയം കൂടി തീരുന്ന ഒരു സാധനമല്ല. നമ്മൾ കുറച്ച് നേരം കൂടിയൊക്കെ ഇത് ചെയ്യണം. കാരണം കുറച്ച് നേരം കൂടി ചെയ്യണം എന്നല്ല, നമ്മൾ എല്ലാ പാർട്സും ചെക്ക് ചെയ്യണം. പക്ഷെ ഞാൻ രാവിലെ എണീച്ചു ഒരു റൗണ്ട് കഴിഞ്ഞ കാരണം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു, അത്രമാത്രം. അപ്പം നമുക്ക് ഡ്യൂട്ടി ഉള്ള അടുത്ത പരിപാടി നമുക്ക് പോകണതിൻ്റെ മുന്നേ ചെയ്യേണ്ട -1 കേട്ടോ ടെമ്പറേച്ചർ. -1 ടെമ്പറേച്ചർ, സൂപ്പറായിട്ടുണ്ട്. അടുത്ത പരിപാടി നമുക്ക് GPS സെറ്റ് ചെയ്യണം. ഞാൻ ഇന്നലെ ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്നതാണ്. എന്നാലും ഞാൻ വെറുതെ ഒന്ന് കാണിക്കാം. നമുക്കിത് ഇതുപോലെയാണ് GPS-ൻ്റെ ഇത് ഓണായി കിട്ടുക. അതിൽ റൂട്ട് ഓപ്ഷൻ കൊടുക്കുക, ക്രിയേറ്റ് റൂട്ട്, പ്ലസ് അടിച്ചാൽ ഞാൻ ഓൾറെഡി നമ്മുടെ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് സേവ് ചെയ്യുക ഫേവറേറ്റ്. ഇതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാട്ടോ. അതായത് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം. അതാണ് ഞാൻ അതിൽ വല്ലാണ്ട് കാണിക്കാത്തത്. അധികം വൈകാണ്ട് തന്നെ ചെയ്യാം. ഡനസ്ക ലൂസനിങ് DK 87 ഇവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിസ്സാര ദൂരം 8 കിലോമീറ്ററുള്ളൂ. എനിക്ക് അറിയാവുന്ന സ്ഥലമാണ്. മാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഒരു ചടങ്ങല്ലേ, മാപ്പിൽ അതിട്ടു. പിന്നെ ഞാൻ എപ്പോഴും സെക്കൻഡറി മാപ്പായിട്ട് ഒന്നെങ്കിൽ ഗൂഗിൾ മാപ്പോ ടോമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാപ്പും കൂടി ഉപയോഗിക്കാറുണ്ട്. ഇപ്പം നമുക്കിന്നിപ്പോൾ അറിയാവുന്ന വഴിയും കാര്യങ്ങളൊക്കെ ആയ കാരണം നമുക്ക് എന്താ പറയുക, ഇത് മാത്രം മതി. നമ്മുടെ
ലോഷനിലേക്ക് ഈ ഗൂഗിൾ മാപ്പ് മതി. ലോഷന് ഓക്കെ 9.3 9. അപ്പോൾ ഏകദേശം സെയിം ആപ്പ് തന്നെ വഴിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ വണ്ടി എടുക്കുന്നതിൻ്റെ മുന്നുള്ള പരിപാടികൾ ഇതാണ്. പിന്നെ എനിക്ക് 1-2 എഴുത്ത് പരിപാടികളും കൂടി ഉണ്ട്, ഞാൻ അതും കൂടി നിർക്കട്ടെ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അതർ വർക്ക് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റൊക്കെയാണ് ഇടാറ് സാധാരണ. അപ്പോൾ ഇന്നിപ്പോൾ 10 മിനിറ്റിൽ ഇട്ടിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ്. കാരണം ഇനി ഇവിടെ നിൽക്കാനുള്ള സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇടണം എന്നാണ് അതിൻ്റെ ലീഗലായിട്ടുള്ള റൂള്. 10 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ജസ്റ്റ് ഡെയിലി ബ്രേക്ക് കഴിഞ്ഞെടുക്കുന്നതല്ലേ. വീക്കെൻഡ് ബ്രേക്ക് കഴിഞ്ഞെടുക്കുമ്പോൾ 15 മിനിറ്റ് സ്ട്രിക്റ്റ് ആയിട്ടും ഇട്ടാൽ മതി എന്നാണ് എൻ്റെ അറിവ്. 10 മിനിറ്റ് ഇടാറുള്ളൂ. പോലീസുകാർ പിടിച്ചിട്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ കിടന്നതേ ഒരു പേയം പാർക്കിലാണ്. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് എടുത്താണ്. അപ്പോൾ കറക്റ്റ് 8 മണിയാകുമ്പോൾ നമ്മുടെ പാർക്കിംഗ് തീരും. 11 മിനിറ്റ് 53 സെക്കൻഡും കൂടിയാണ് ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇറങ്ങി പോരാം. അപ്പോൾ ഇത് സ്റ്റോപ്പ് കൊടുക്കാം. സ്റ്റോപ്പ് പാർക്കിംഗ് സ്റ്റോപ്പ്. അപ്പോൾ ഇതുവരെ എടുത്തിട്ടുള്ള പൈസയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോവാം. നമുക്ക് മെയിൽ ഐ ഡിയും കൂടി അടിച്ചു കൊടുക്കാം അതിൻ്റെ റെസിപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് പോവാം. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ എല്ലാം ഓക്കെയാണ്. ഈ പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് റോഡ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ അത് കാരണം റോഡ് ഇനി എവിടെയെങ്കിലും തിരിച്ചു വിട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മളെപ്പോഴും വണ്ടി എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ മാപ്പുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെ ഇറങ്ങുക. അതുപോലെ ഗൂഗിൾ മാപ്പ് ഗീവ് അവേ ആണ്. അതാണ് നമ്മൾ ആ വണ്ടീനെ കടത്തി വിടുന്നത്. അപ്പോൾ ഗൂഗിൾ മാപ്പ് എപ്പോഴും നോക്കുക. കണ്ടോ, ഇപ്പം നമ്മൾ റോട്ടിൽ കയറി. അപ്പോൾ ഈ വണ്ടിക്കാരന് ഗീവ് അവേ ആണ്. അതാണ് അവൻ നമുക്ക് നിർത്തി തന്നത്. ഈ കാണുന്ന ഈ ത്രികോണത്തിലുള്ളൊരു ബോർഡ് കണ്ടോ, ഇതാണ് കേട്ടോ ഗീവ് അവേയുടെ സൈന്. ഇത് റൗണ്ട് അബൌട്ടാണ്. ഇതിൽ നമുക്ക് തേർഡ് എക്സിറ്റ് പറഞ്ഞാൽ 1ാമത്തെ എക്സിറ്റ്, നേരെ കാണുന്ന 2ാമത്തെ എക്സിറ്റ്, ഈ കാണുന്ന 3ാമത്തെ എക്സിറ്റ്. ഈ 45 ഈ റോട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. എക്സിറ്റ് എടുത്തു. നമ്മൾ ഇനി ഇവിടുന്ന് ഹൈവേയിലേക്ക്. ഈ കാണുന്നതാണ് നമ്മൾ ഇന്നലെ കിടന്ന പാർക്കിംഗ് കേട്ടോ. ഫ്യൂൽ സ്റ്റേഷനും കുറേ കമ്പനിയുടെ ഫ്യൂൽ സ്റ്റേഷനും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. പിന്നെ അടുത്ത റൗണ്ട് അബൌട്ടിൽ 2ാമത്തെ എക്സിറ്റ്. ഞാൻ ഈ എക്സിറ്റും ഈ ഗീവ് അവേ ബോർഡ്, ഇതേ കാണാണ് ഗീവ് അവേ ബോർഡൊക്കെ പറയണത് വേറെ ഒന്നുമല്ല. പുതുതായിട്ട് വരാതിരിക്കണവരോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇതിനെപ്പറ്റി അറിയണവരുണ്ടെങ്കിൽ അത് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആള് നമുക്ക് പോകാൻ വേണ്ടി നിർത്തിയത്. പക്ഷെ നമ്മുടെ വണ്ടി കാറ് കയറണ പോലെ കയറില്ലല്ലോ. അപ്പോൾ അത് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് പറയണത്. അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. അറിയണ ഡ്രൈവർമാർ ഒഴിവാക്കി വിട്ടേക്ക്. ഓക്കെ, റോഡ് വർക്ക്. നമ്മളെപ്പോഴും റൗണ്ട് അബൌട്ട് കയറുന്നതിൻ്റെ മുന്നേ വണ്ടി നിർത്തി വേറെ വണ്ടി ഇല്ല എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ കയറാവൂ കേട്ടോ. കാരണം കാറൊക്കെ വെടിയും പുകയും പോലെ വരിക. നമ്മുടെ വണ്ടി അത്ര പെട്ടെന്നൊന്നും പവറിൽ കയറില്ല. അവർ ഇൻഡിക്കേറ്റർ നോക്കി അറിയാം അവരെങ്ങടാ പോവാനുള്ളത് എന്നുള്ളത്. അങ്ങോട്ട് തുമ്പത്തിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടത്. ബൈ ടയർ പിടിക്കണില്ലേടാ. ബ്ലാക്ക് ഐസ് ഉണ്ട് റോഡിൽ. ടയർ വണ്ടി ചാടി പോവാണ്. 1 2 സെക്കൻഡ് എക്സിറ്റ്. ഇങ്ങനെയാണ് എക്സിറ്റ് കണക്കാക്കട്ടെ. നമ്മൾ കയറിയിട്ട് ഉള്ള എക്സിറ്റിൻ്റെ എണ്ണം കണക്കാക്കുന്നത് അങ്ങനെയാണ്. 2ാമത്തെ എക്സിറ്റ് എടുത്തു. ഇതാണ് നമ്മൾ പോകേണ്ട വഴി. റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ചെറുതാക്കിയിട്ട്. സൈഡിൽ പണി നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ചെറുതാക്കിയിട്ട് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഹൈവേയിൽ കയറുന്നതിന് മുന്നേ, ഇപ്പോൾ യൂറോപ്പിലെ ഒരു കാര്യം പറഞ്ഞാൽ, യൂറോപ്പിലെ ഹൈവേയിൽ കയറുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഷോൾഡർ ലൈനിൽ കൂടെ ഓടാനുണ്ടാവും. അപ്പോൾ ആ ഷോൾഡർ ലൈനിൽ കൂടെ ഓടിയിട്ട് നമ്മൾ മാക്സിമം സ്പീഡ്, ഇപ്പോൾ ഇവിടുന്ന് 80 സ്പീഡ് പറഞ്ഞേക്കണം. നമ്മൾ ഈ 80 സ്പീഡിൽ തന്നെ ചെന്നിട്ട് ഹൈവേയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്രയും സ്പീഡ്, എത്തിക്കാൻ പറ്റുന്നത്രയും പറഞ്ഞാൽ ആ ഹൈവേയുടെ ലിമിറ്റഡ് സ്പീഡ് എത്രയാണോ ആ സ്പീഡിൽ നമ്മൾ ഉണ്ടായിരിക്കണം. കാരണം വണ്ടികളൊക്കെ ചീറി പാഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ജസ്റ്റ് കയറി മതി. ഇപ്പോൾ ആ കാറാർ ഇൻഡിക്കേറ്റർ ഇട്ട് ടാക്ക് മാറി പോകുന്നുണ്ടോ, അതുപോലെ ആകുമ്പോൾ എപ്പോഴും നമ്മൾ ഇതുണ്ടോ ഒരു ബ്രേക്ക് ഔട്ടലിൻ്റെ ആവശ്യം പോലും ഇല്ലാണ്ട് നമ്മൾ വണ്ടിയിനകത്ത് കയറ്റി
സ്പീഡിലേക്ക്. അപ്പോൾ നമ്മൾ ഈ സ്പീഡിൽ കയറി വരുന്ന കാരണം പിന്നിലുള്ളവർക്കോ ആർക്കും നമ്മളൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ കൂളായിട്ട് ഇതിനകത്ത് കയറി. അതാണ് ഇങ്ങനെ കയറണം എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ പിന്നെ ഓക്കെ, ജർമ്മനിയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോബാനിലെ ഹൈവേയിലേക്ക് കയറുമ്പോൾ പറഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് പോലും ഒരാളും ഇതാവില്ല. എന്ന് വെച്ചാൽ 130, 140, 150 ഒക്കെ അവിടെ വണ്ടിക്ക്. ഓട്ടോബാനിൽ ചില ഭാഗത്തൊന്നും സ്പീഡ് ലിമിറ്റ് പോലും ഇല്ല. അപ്പോൾ വണ്ടികൾ വെട്ടിയും പോക്കിയും പോലെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്ലോ ആയിട്ട് കയറി കഴിഞ്ഞാൽ പിന്നിൽ വരുന്ന വണ്ടി നമ്മുടെ തലേമ ഒന്ന് കയറും. അപ്പോൾ അതിനുള്ള ഇടം നമ്മൾ ഉണ്ടാക്കരുത്. നമ്മളെപ്പോഴും പരമാവധി സ്പീഡ് കീപ്പ് ചെയ്തിട്ട് വേണം ഹൈവേയിലേക്ക് കയറാനായിട്ട്. റോഡ് വർക്ക് നടക്കാനുണ്ടാക്കി കുറച്ച് ദൂരമല്ല, 10-13 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഈ റോഡ് വർക്ക്. അതാണ് ഈ പൊളിച്ചിട്ടാണ്. കുറേ നാളായി ഞാനിവിടെ കഴിഞ്ഞ വർഷം വരുമ്പോഴും ഈ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. റോഡ് പണിയുടെ കാര്യത്തിൽ എല്ലായിടത്തും ഏകദേശം ഒരേ അവസ്ഥ തന്നെയാണ്. അപ്പം നമ്മൾ വന്നിട്ട് ഇനിയിപ്പോൾ നിസ്സാര ദൂരമാണ് നമുക്ക് ലോഡ് ഇതാക്കേണ്ടടുത്തുള്ളൂ. ലോഡല്ല, നമുക്ക് ട്രെയിലർ ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത ട്രെയിലർ ഇവിടെ നിന്ന് പിക്ക് ചെയ്യണം. നമുക്ക് സ്ക്രാപ്പാണ്, അതായത് പ്ലാസ്റ്റിക്കാണ് അലുമിനിയാണോ എന്ന് അവിടെ ചെന്നാലേ അറിയുള്ളൂ. നമ്മുടെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഒക്കെ ഇതില്ലേ, ബോട്ടിൽസില്ലേ, അത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊണ്ടുപോകണ ആ ഒരു ഇതാണ്. നമ്മൾ അത് ഒരുപാട് എണ്ണം ഇവർ പല സൂപ്പർ മാർക്കറ്റ് അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് കംപ്രസ് ചെയ്തിട്ട് ഹൈഡ്രോളിക് കംപ്രസ് ചെയ്തിട്ട് അതൊരു ചെറിയ സ്ക്വയർ പോലെയാക്കും. എന്നിട്ട് അത് നമുക്ക് കയറ്റി തരാണ്. നമുക്ക് ലോഡ് ഇറക്കേണ്ട സ്ഥലം ഇവിടെയാണ്. ലോഡല്ല, ട്രെയിലർ ഡ്രോപ്പ് ചെയ്യേണ്ട സ്ഥലം നമ്മുടെ കമ്പനി വണ്ടിയാണ്. ഇതൊരു സെർബിയക്കാരനാണ് ഓടിക്കുന്നത്. എന്താ പറയുക, സ്നോ അടിച്ച് റോഡ് വണ്ടി ടയർ തിരിയണതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയണത്. ഇവിടെയാണ് നമുക്ക് ട്രെയിലർ ഡ്രോപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് വേണം റിവേഴ്സ് വയ്ക്കാൻ. അതിനുള്ളിട്ട് വട്ടം കറക്കണായിട്ട് നല്ലതേ. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് റിവേഴ്സ് പോവാം. കുറച്ച് മെനക്കെടാണെങ്കിലും കുഴപ്പമില്ല. ഇവിടുന്ന് റിവേഴ്സ് പോകണമെന്നാണ് നമുക്ക് നല്ലത്. അതിൻ്റെ ഉള്ളിൽ പോയി വട്ടം കറക്കിയ വണ്ടി നല്ല എല്ലടിച്ച് കറക്കണം. പിന്നെ മഞ്ഞൊക്കെയാണ്, റോഡ് സ്കിഡായി പോവുകയൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടാണ്. പിന്നെ റിവേഴ്സ് വെക്കുന്നതിന് മുന്നേ എപ്പോഴും എന്ത് മാനോവർ ചെയ്യുകയാണെങ്കിലും ഗ്ലാസ് എപ്പോഴും താത്തിട്ടിട്ട് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, വേറെ ഒന്നുമല്ല. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു തട്ടോ മുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മുകളിൽ പോയി തട്ട്, ഇനി ഒന്നുമില്ല, പുറത്തുനിന്ന് ഒരാൾ ജസ്റ്റ് ഒച്ചയിട് എന്തെങ്കിലും ചെയ്താലും നമുക്കറിയാൻ പറ്റും. ഇവിടെ ഫ്രണ്ടിൽ അധികം സ്ഥലമില്ല, അതുകൊണ്ട് വൈഡാക്കി പതുക്കെ പോകാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് എല്ലടിക്കാനൊന്നും പറ്റില്ല, കാരണം വണ്ടി തീവരാനുള്ള സ്ഥലം ഇവിടെ ഇല്ല. പതുക്കെ പോവാം. എൻ്റെ സിനിമയിൽ പറഞ്ഞത് ചോദിച്ച് പോവാം. ഓക്കെ, വണ്ടി ഉള്ളിൽ കിടന്നില്ല. നമുക്ക് വണ്ടി നിവർത്താനുള്ള പരിപാടി നോക്കാം. ഒന്ന് ഫ്രണ്ട് വെച്ചാലും സേഫായിട്ട്. ഇവിടെ ഫ്രണ്ട് വരുന്നവർക്ക് ആദ്യം ഫ്രണ്ട് വെക്കാനൊക്കെ എന്തെങ്കിലും മടി ഉണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കണ്ട. എത്ര നല്ല ഡ്രൈവറാണെങ്കിലും ട്രെയിലറിൽ കളിക്കുമ്പോൾ, ഇപ്പം ഞാൻ അത്ര ട്രെയിലർ എക്സ്പീരിയൻസുള്ള ആളല്ല, പക്ഷെ എത്ര ഇതുള്ള ഡ്രൈവറാണെങ്കിലും ട്രെയിലറിൽ കാണിക്കുമ്പോൾ ഒന്ന് ഒരു ഫ്രണ്ടൊക്കെ വെച്ചെന്ന് വെച്ചിട്ട് ഒരു മോശം ഇല്ല. കാരണം ഇത് നമ്മൾ വിചാരിച്ചോടത്തേക്ക് തന്നെ എപ്പോഴും പോയിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് വെച്ചാലും ബാക്ക് വെച്ചാലും ഒരു കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. നമുക്കിപ്പോൾ ഇത് ഫ്രണ്ട് വെക്കാണ്ട് ഇവിടെ എത്തി, പക്ഷെ നമ്മൾ ഫ്രണ്ട് വെച്ചിട്ട് വണ്ടി എപ്പോഴും സ്റ്റഡി ആക്കിയിട്ട് ഇടുള്ളൂ. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് ഇവിടെ നമ്മളെന്താ പറയുക, ഇതിനകത്തിട്ട് വട്ടം കറക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ബലം പിടുത്തത്തിന് നിൽക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോയാണ്, ഐസ് അടിച്ച് കിടക്കുന്നത് റോഡ് വേണ്ടി. ഇത് നമുക്ക് കാണുമ്പോൾ നിസ്സാരമായിരിക്കും, പക്ഷെ നമ്മൾ ചിലപ്പോൾ റിവേഴ്സ് വയ്ക്കുമ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ വണ്ടി വിട്ട് വട്ടം കറക്കുമ്പോൾ ചിലപ്പോൾ ടയർ കൊടുക്കാണ്ടൊക്കെ വരിക. കാരണം ഇത് വെറും മണ്ണുള്ള സ്ഥലമാണ്. ഞാനിവിടെ സ്ഥിരം വന്നത് ഡ്രൈവർ കിട്ടിയ ആളാണ്. എനിക്ക് പല പ്രാവശ്യം ഇവിടെ പണിയും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. മതി, ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്കിനി ട്രെയിലർ കട്ട് ചെയ്യാം. ട്രെയിലർ കട്ട് ചെയ്യണത് ആദ്യം തന്നെ പറയാം, ഞാൻ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുക. അതിൽ എനിക്ക് എളുപ്പം എന്ന് തോന്നുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ വന്നു നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുമ്പോഴും ആദ്യം ഗ്ലൗസ് എടുക്കണം. തണുപ്പുണ്ട്, പക്ഷെ ജാക്കറ്റൊന്നും ഇടുന്നില്ല. ചെറുതായിട്ട് മഞ്ഞിപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ.
ആദ്യം പോയിട്ട് ട്രെയിലറിൻ്റെ ബ്രേക്ക് കണ്ടോ, ഈ റെഡാണ് ട്രെയിലർ ബ്രേക്ക്. ഇത് പുഷ് ചെയ്യുക. ഇപ്പോൾ ട്രെയിലറിൻ്റെ ബ്രേക്ക് എൻഗേജ് ആയി. അല്ലെങ്കിൽ നമ്മൾ വലിച്ചിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ട്രെയിലർ നമ്മുടെ കുഴപ്പം വരും, അല്ലെങ്കിൽ ഊരി വീഴും. പിന്നെ ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തിട്ട് വന്നത്, അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ലെഗ് ഇത് ഞാൻ ചെയ്യണത് എനിക്ക് എളുപ്പമുള്ള രീതിയാണ് കേട്ടോ. ലെഗ് നമ്മളവിടെ വെച്ചു. അത്ര ഇപ്പോൾ നിലവിൽ അത്ര മുട്ടിച്ചാൽ മതി. പിന്നെ ആണോ ഇതിലൊരു കിങ് പിന്നിൻ്റെ ഒരു ലോക്ക് റിലീസാകുന്നുണ്ട്. ഇതൊരാളും കൂടി ഇല്ലാണ്ട് കാണിക്കാൻ പറ്റില്ല. അത് പുറത്തേക്ക് വലിച്ചു വെച്ചു. ഞാൻ അതെന്താണ് ആ കാലത്ര ആക്കി വെച്ചിട്ട് ആ കിങ് പിന്ന് വലിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ഹൈറ്റ് കൂട്ടിയാൽ ചിലപ്പോൾ അത് ലൂസായി കിട്ടണം, റിലീസാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഇതാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണത്. ഇതിൽ നമ്മളിതായി മുകളിലേക്ക് വെക്കണം, ബട്ടൺ അമർത്തി പിടിച്ചാൽ ട്രെയിലർ ഉണ്ടോ പൊന്തി പോകണുണ്ടോ. ഇതുപോലെ ട്രെയിലർ മുകളിലേക്ക് വന്നു. ഈ ഒരു ഹൈറ്റ് മതി. നമ്മൾ എന്നിട്ട് നമ്മുടെ ലെഗ് ബാക്കിയും കൂടി ലോഡ് ചെയ്യണം. ട്രെയിലറൊക്കെ ചോത്ത ട്രെയിലറാണ്, ഭയങ്കര ടൈറ്റാണ് കാല്. കഴിഞ്ഞില്ലല്ലോ. കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ അത്രയൊന്നും പോകണ്ട, സാധാരണ ഹൈറ്റിലേക്ക് വരാറുള്ളതാണ്. അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ട്രെയിലറിൻ്റെ ഹൈറ്റ് അവിടെ താത്തി കൊടുത്താൽ മതി. കാലിൻ്റെ ലെങ്ത് എത്ര ഉള്ളു വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ തന്നെ താത്താളെ ബട്ടൺ ഉണ്ട്, അത് അമർത്തി കൊടുക്കാം. എന്നിട്ട് നമ്മളത് നിലത്ത് മുട്ടി എത്രത്തോളം നോക്കുക. ആയിട്ടില്ല, ഒരു ലേശം കൂടി ഗ്യാപ്പുണ്ട്. ഒരു ഇഞ്ചും കൂടി, ഒരു സ്വല്പം കൂടി. ഇപ്പോൾ ഓക്കെയാണ്. ഒരു ഇഞ്ചിൻ്റെ കുഴപ്പം കൂടിയാണ് നമുക്ക് കാണുമ്പോൾ തോന്നിയതാണ്. ഇനി നമ്മൾ വണ്ടി ഒന്ന് ഫ്രണ്ടിലേക്ക് പുള്ളി ചെയ്യണം. ഫ്രണ്ടിലേക്ക് പുള്ളി ചെയ്യുമ്പോൾ ട്രെയിലറിൻ്റെ ഇത് റിലീസായിട്ടോ. നമ്മുടെ കിങ് പിൻ ലോക്ക് റിലീസായി. ഇനി നമ്മൾ ചെന്നിട്ട് നമ്മുടെ കേബിൾസ്, അതിന് മുന്നേ സോറി എയർ ഡംപ് ചെയ്യാൻ മറന്നുപോയി. നമ്മൾ എയർ ഡംപ് ചെയ്യണം. ഇപ്പം നമ്മൾ എയർ ബലൂണിലെ എയർ മുഴുവൻ ഡംപ് ചെയ്തു. എയർ ബലൂണിലെ എയർ ഡംപ് ചെയ്തപ്പോൾ ഉണ്ടോ, ഇപ്പോൾ ട്രെയിലറും ട്രക്കും തമ്മിൽ ബന്ധമില്ല. കിങ് പിന്നിൻ്റെ ഇത് റിലീസായിപ്പോയി. നമുക്കിനി കേബിൾസ്, ഇതാണ് ട്രെയിലറിൻ്റെ കേബിൾസ്. ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണേ. അറിയാവുന്നവരുണ്ടെന്നെങ്കിൽ ഒഴിവാക്കി വിട്. അപ്പോൾ ഇത് എവിടെ വണ്ടി ഞാൻ കുത്തി എല്ലാം ഒടിച്ച് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയതാണ്. ഇത് എയർ കേബിൾ, എയറിൻ്റെ കണക്ടറാണ്. ഇത് ചുരുണ്ട് കിടക്കുന്നത് നമ്മൾ പരമാവധി നിവർത്തണം. ഒരു പണിയായി. ഇതിവിടെ കിടക്കട്ടെ. ഇതും എയറാണ്. ഇതിവിടെ വയ്ക്കാൻ കൃത്യമായ സ്ഥലമുണ്ട്, അവിടെ തന്നെ വെച്ചോളൂ. പിന്നെ ഇത് ABS,
ലോക്ക് റിലീസാക്കുന്നു. അത് കുത്താനും ഇവിടെ സ്ഥലമുണ്ട്. ഇവിടെ ലോക്കാക്കിയിടാം. നമുക്കൊരു 100 മീറ്റർ അപ്പുറത്തിനടുത്ത് ട്രെയിലർ കണക്ട് ചെയ്യാനുള്ളത്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ വൃത്തിയിൽ ചെയ്യുക എന്ന് മാത്രം. ഇതും കണക്ട് ചെയ്യാനുള്ളത് ഇലക്ട്രിക്കൽസാണ് കേട്ടോ. 2 കണക്ഷൻ ഇലക്ട്രിക്കൽ കണക്ഷനാണ് ഇത് 2. ഇത് വയ്ക്കാൻ ഇത്രയൊക്കെ ചെയ്തവർക്ക് ഇത് വയ്ക്കാനുള്ളൊരു ഹോളും കൂടി ഇവിടെ വയ്ക്കാൻ പറ്റില്ല. എന്തായാലേ ഇതൊക്കെ ഇനിയിപ്പോൾ ബുദ്ധിയുള്ള എഞ്ചിനീയർമാരൊന്നും ഇല്ല ഇവിടെ. എന്തെങ്കിലും കാരണം ഉണ്ടാവുമായിരിക്കും, അറിയില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞു, വീണു. അപ്പോൾ തന്നെ വീണാനെ. ട്രക്കും ട്രെയിലറും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിച്ചു. ഇത് ട്രെയിലറിൻ്റെ കണക്ഷനുകൾ കൊടുക്കുന്ന സ്ഥലം. പിന്നെ ഇതാണ് നമ്മുടെ ട്രെയിലറിൻ്റെ ഡോക്യുമെൻറ്റ്. നമ്മൾ ട്രെയിലർ എപ്പോഴും മാറുന്ന കാരണം ട്രെയിലറിന് വേറെ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും എപ്പോഴും. ട്രക്കിൻ്റെ നമ്പർ ആയിരിക്കില്ല ട്രെയിലറിന്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വെക്കുന്ന ബോക്സാണ് ഈ ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് വണ്ടി ഓടിച്ച് പോയി അടുത്ത ട്രെയിലർ കണക്ട് ചെയ്യണം. അപ്പോൾ ഞാനേ ഒന്ന് അകത്ത് പിടിക്കട്ടെ ക്യാമറ. ഫോട്ടോസാണ് സാധാരണ എടുക്കാറ്. പിന്നെ ഇതുപോലെ ട്രെയിലറൊക്കെ എപ്പോൾ ഡ്രോപ്പ് ചെയ്താലും നിങ്ങളെപ്പോഴും അല്ലെങ്കിൽ ആരാണെങ്കിലും ഒരു 2 ഫോട്ടോ എടുത്ത് കൈ വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു 10-15 ദിവസമെങ്കിലും നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് വേറെ ആരും എടുത്തിട്ട് പോകുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ അത് അടുത്ത ആൾ കൊണ്ടുവന്ന് റിവേഴ്സ് വയ്ക്കുമ്പോൾ ഇവിടെ ആരും ഇല്ല. കണ്ടോ, അത് വിജനമായ ഒരു പറമ്പാണ്. റിവേഴ്സ് വയ്ക്കുമ്പോൾ കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ കൊണ്ട് കുത്തി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് ഇടിച്ചാന്ന് പറയും. ഞാനെങ്കിൽ അവൻ ചിലപ്പോൾ മിണ്ടാണ്ടാവും. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ അതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞാലോ. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടായില്ല, അത് കാണിക്കാനാണ് ഇത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ ഉണ്ടല്ലോ തെളിവായിട്ട്, അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെച്ചോളൂ. കമ്പനി ആവശ്യമുണ്ടോ ഇല്ലയെന്നൊന്നും നോക്കണ്ട. നമ്മളെപ്പോഴും നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക, അത്രമാത്രം. അപ്പോൾ ട്രെയിലർ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ട്രെയിലർ ഡ്രോപ്പ് ചെയ്ത് അടുത്ത ട്രെയിലർ കണക്ട് ചെയ്യാൻ വേണ്ടി ട്രക്ക് മാത്രമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ശുദ്ധ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വാലൂരിട്ടിട്ട് തല മാത്രം കൊണ്ടിട്ട് നമ്മൾ അടുത്ത വാല് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 100 മീറ്റർ വ്യത്യാസത്തിലാണ് ട്രെയിലർ കിടക്കുന്നത്. ഇത് ഇവരെ യാർഡാണ്. മഞ്ഞത്ത് അടിച്ചിട്ട് ജലദോഷം പിടിച്ചു. പക്ഷെ ആ കമ്പനിയുടെ അകത്ത് ക്യാമറ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. ട്രെയിലർ കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് ഇല്ല. ഇപ്പം ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. പക്ഷെ കാണിച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടക്കുമെന്ന് അറിയില്ല. പക്ഷെ അത് ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. കാരണം അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ കാണാം. ഇതാണ് ആ കമ്പനി. സേഫ്റ്റി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സേഫ്റ്റി ഷൂ, സേഫ്റ്റി ജാക്കറ്റ് എല്ലാം വേണം. അപ്പോൾ നമ്മുടെ ട്രെയിലറിൻ്റെ നമ്പർ നമുക്ക് നോക്കാം. BY 9981. നമുക്ക് നോക്കട്ടെ കേട്ടോ. BY ദിസ് വൺ ഈസ് അവേഴ്സ്. ഇതാണ് നമ്മുടെ. അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്യാം. നമ്മൾ അതിൻ്റെ ചുവട്ടിലേക്ക് റിവേഴ്സ് വയ്ക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. ഇവിടെ ക്യാമറ ഉപയോഗിക്കൽ എത്ര പക്കയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കട്ടെ കേട്ടോ. ക്യാമറ ട്രെയിലർ കണക്റ്റിന് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാരണം അവിടെ ഒരു ബോർഡ് ഇരിക്കുന്ന പോലെ തോന്നി, എനിക്ക് ഉറപ്പില്ല. അപ്പം നോക്കട്ടെ. അപ്പോൾ ഓക്കെ, സെറ്റ്. ഓക്കെ, ഇപ്പോൾ ട്രെയിലറിൻ്റെ അടിയിലേക്ക് കറക്റ്റായിട്ട് ട്രക്ക് ഇത് വെച്ചിട്ടുണ്ട്, കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉള്ളിൽ പോയിട്ട് ഇപ്പോൾ ചടപടാന്ന് ചെയ്യരുത്. കാരണം നമ്മൾ പുറത്തിറങ്ങി ആദ്യം ട്രെയിലറൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്നൊക്കെ ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കണക്ട് ചെയ്യാവൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, എന്തെങ്കിലും ഡാമേജുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അഷ്വർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പോയിട്ട് ട്രെയിലറിൻ്റെ സെറ്റപ്പൊക്കെ നോക്കിയിട്ട് വരാം. ഓഫ് ചെയ്തില്ല. ഈ ട്രെയിലർ ഇതിൻ്റെ മുന്നേ ഞാൻ കൊണ്ടുപോയിട്ടുള്ള ട്രെയിലറാണ്. ഇത് കണ്ടാൽ മനസ്സിലാവും, ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ പരിപാടി ഇത് തുറന്നിട്ട് ഇതിനകത്ത് എന്താണ് ലോഡറാണോ എന്നുള്ളത് നോക്കണം. നോക്കാം.
യാ ഓഫ് കോഴ്സ് ഇറ്റ്സ് ലോഡഡ്. പ്ലാസ്റ്റിക് ഇതാണ് ലോഡ് കേട്ടോ. നമ്മുടെ സ്ട്രാപ്പുകൾ, കോർണർ എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ ലോഡ് ആണ്. ഇനിയിപ്പോൾ സൈഡ് പൊളിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ കോർണറുകൾ നോക്കാനാണ് നമ്മൾ മെയിനായിട്ട് സൈഡ് പൊളിക്കാറ്. അപ്പോൾ സൈഡ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ വേസ്റ്റ് തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് കേട്ടോ ഈ സൗണ്ട്. അപ്പോൾ ഓൾ ഗുഡ്. അപ്പോൾ നമുക്ക് ഇനി ആദ്യത്തെ പരിപാടി ഹൈറ്റ് കൂട്ടണം. ട്രെയിലറിൻ്റെ കിങ് പിന്നിൽ നോക്കാനുള്ള ഹൈറ്റ് സെറ്റ് ചെയ്തു. സൗണ്ട് ഉണ്ടാവും. വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എയർ പൈപ്പ് കണക്ട് ചെയ്യുമ്പോൾ എയർ പോകും. അതാണ് ഞാൻ ഇതാക്കാത്തത്. ആദ്യം എയർ കണക്ഷൻ, പിന്നെ ABS. ഈ വൈറ്റ് കളർ വൈറ്റ് ഇത് കുത്തുമ്പോൾ നോക്കണം കേട്ടോ, പിന്നെ വളയൊന്നും ചെയ്യാണ്ട്. അടുത്തത് ബ്ലാക്ക് ഇലക്ട്രിക്കൽസ്, എയർ. ഇതിൽ നമ്മൾ മറന്നു പോയൊരു കാര്യമുണ്ട്. നമ്മൾ കണക്ട് ചെയ്യണേക്കാട്ട് മുന്നേ ചെയ്യേണ്ട കാര്യമായിരുന്നു, മറന്നുപോയി. ഇങ്ങനെയൊന്നും പറ്റാൻ പാടില്ല. ഇവർ ഷണ്ടിങ്ങിന് വേണ്ടി ഷണ്ടിങ് ബ്രേക്ക് ഇട്ടിട്ട് ഇത് ഓഫ് ചെയ്തിടും. അപ്പം നമ്മളത് നോക്കണം. അബദ്ധം പറ്റിപ്പോയി, മനുഷ്യന്മാരല്ലേ, പറ്റൂലോ. അപ്പം ഇനി നമുക്കിത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ ഗ്ലാസ് കത്തിടുക. അപ്പോഴാണ് കിങ് പിൻ ആയി മറ്റൊന്ന് ഇരിക്കുന്ന സൗണ്ട് നമ്മൾ വൃത്തിയായിട്ട് കേൾക്കുള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വലിക്കുക. ഓക്കെ, കണക്ട് ആയിട്ടുണ്ട്. ബ്രേക്ക് ഇട്ടു, ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇത് വീണ്ടും ഹൈറ്റ് കൂട്ടാം. പരമാവധി ഹൈറ്റ് കൂട്ടാൻ പറ്റണത്തോളം നമ്മൾ ഹൈറ്റ് കൂട്ടണം. കാരണം ഈ പരമാവധി ഹൈറ്റ് കൂട്ടാൻ പറ്റുന്ന ഹൈറ്റ് കൂട്ടുന്നത് അപ്പം ആ ലെഗ് അവിടെ ഫ്രീ ആയിരിക്കും. നമുക്ക് ലെഗ് കറക്കാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഇത് പരമാവധി ഹൈറ്റ് കൂട്ടാൻ പറയണതിൻ്റെ കാര്യം. ഇതാ അപ്പോൾ നമ്മൾ ഇത് ആദ്യം ലോ ഗിയറിൽ ഇട്ടിട്ട് കറക്കണം. കാരണം ലെഗ് നല്ല ടൈറ്റാണ്. ഇത് ഈ ഷണ്ടിങ് വണ്ടി വെക്കണ കാരണം ഫുൾ ഹൈറ്റിലാവും കൊണ്ടു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൽ ലോ ഗിയറിലിട്ട് കറക്കിയിട്ട് ഇത് ചെറുതായിട്ട് ലൂസാക്കിയിട്ട് ആണോ ലോ ഗിയറിൽ കറക്കി ഇതായി പുറകിലേക്ക് ഇത് അപ്പോൾ ലെഗ് ഒരു സൈഡ് ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കയറാഞ്ഞിട്ടാണ്. അതവിടെ ഹാമർ ഇട്ട് 2 അടിച്ച് കറക്കിയപ്പോൾ സെറ്റായി. ഒരു സൈഡ് മാത്രം ലൂസായി, ഒരു സൈഡ് കയറിയിരുന്നില്ല. ഇനി അടുത്ത് ആണോ ഈ കർട്ടൻ ലൂസായിട്ട് കിടക്കുക. ഇത് നമ്മൾ ടൈറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനാദ്യം ഈ ലിവർ ഇട്ടിട്ട് ഇത് കർട്ടൻ ടൈറ്റ് ആക്കണം. ഓക്കെ, ഇനി ഇത് പല ടൈപ്പ് കർട്ടൻസ് പല രീതിയിലുണ്ടാവുക. നമുക്കിപ്പോൾ ഈ കർട്ടൻ ഇതുപോലെ ഇട്ടിട്ട് ഒരു കുളത്തുണ്ട്, ഇതിലിടുക. നമ്മൾ ടൈറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കയറി ഇട്ട് കഴിഞ്ഞാൽ ഇത് പാരി കളിക്കില്ല. എല്ലാ കർട്ടനും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്യട്ടെ കേട്ടോ.
ഒരെണ്ണം കണ്ടാൽ മനസ്സിലാവില്ല. നമ്മളതുപോലെ പറയാൻ വിട്ടുപോയൊരു സാധനമാണ്, നമ്മൾ ഈ സ്ക്രാപ്പ് ഗാർബേജ് ഐറ്റംസ് ഒക്കെ ഓടുമ്പോഴേ വണ്ടിയിലൊരു ബോർഡ് ഉണ്ട്. ഈ ബോർഡ് നമ്മളെപ്പോഴും തുറന്നു വയ്ക്കണം. ട്രക്കിലും ട്രെയിലറിലും ഉണ്ടാവും ഈ ബോർഡ്. അപ്പോൾ അത് ഞാൻ ഓണാക്കാൻ അത് തുറന്നു വയ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇത് സ്ക്രാപ്പ് ഗാർബേജ് അതുപോലെ വേസ്റ്റുകളില്ലേ, അതായത് റീസൈക്കിൾ ചെയ്യാനൊക്കെ കൊണ്ടുവന്ന ഐറ്റംസില്ലേ, അങ്ങനെ കൊണ്ടുവന്ന ഐറ്റംസിന് ഓപ്പൺ ആക്കിയിരിക്കുന്ന ബോർഡാണിത്. ഇതാണോ? ഇത് തന്നെ ട്രെയിലറിലുണ്ട്. ഓക്കെ, ചളിയായി ട്രെയിലറിലും. ഓക്കെ, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താണ്ടാ. പിന്നെ ഈ നടക്കുമ്പോഴും ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ കിടന്ന് കിതയ്ക്കണത് വേറൊന്നുമല്ല, -3 ടെമ്പറേച്ചർ. ബ്രീത്തൊന്നും കറക്റ്റായിട്ട് കിട്ടണില്ല. ഫിസിക്കൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പണി ഇതായി പോയില്ലേ, പുറത്തിറങ്ങി നടന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത് ഡോക്യുമെൻറ്റ്സ് എഴുതാനുള്ളത് നോക്കാം. അപ്പോൾ ഈ വേസ്റ്റ് ഓടുമ്പോഴുള്ള ഡോക്യുമെൻ്റാണിത്, അനക്സ്. ഇത് നമ്മൾ സ്ക്രാപ്പ് അതുപോലെ റീസൈക്ലിങ് ഐറ്റംസ് കൊണ്ടുപോകുമ്പോൾ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അതിൽ ജസ്റ്റ് നമ്മൾ ഈ നമ്പറും ഡേറ്റ് ഒരു സിഗ്നേച്ചറിൻ്റെ മാത്രം ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ അവർ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ CMRും ഈ പറഞ്ഞ പോലെ നമ്മുടെ സാധാരണ പോലെ തന്നെ മുന്നത്തെ വീഡിയോയിലൊക്കെ CMR കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നമ്മൾ ജസ്റ്റ് ഇവിടെ 17ാമത്തെ കോളത്തിൽ നമ്മുടെ ഒരു സീല് മാത്രം വെച്ചാൽ മതി, പിന്നെ വണ്ടി നമ്പറും എഴുതിയാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയറായി. പിന്നെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ ട്രെയിലർ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ട്രെയിലർ കണക്ട് ചെയ്ത് ഡോക്യുമെന്റ് എടുത്തു, ട്രെയിലർ കണക്ട് ചെയ്തിട്ട് ഡോക്യുമെന്റ് കളക്ട് ചെയ്തു, എന്നിട്ട് അതെല്ലാം ഫില്ല് ചെയ്തു, അനക്സും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തു, ബോർഡ് ഓപ്പൺ ആക്കി. ഇനി നമുക്ക് പോവാം. ഇനി നമ്മുടെ ലക്ഷ്യം പറഞ്ഞത് ജർമ്മനിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ജർമ്മനിയിലെ ഹാംബർഗിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നാളെ ഇറക്കിയാൽ മതി ലോഡ്, ഇന്ന് ഇറക്കേണ്ട ആവശ്യമില്ല. സംഭവം അത്ര കിലോമീറ്റർ ഒന്നുമില്ല, നമുക്കൊരു 300 കിലോമീറ്റർ ഓടാനുള്ള ദൂരമുള്ളൂ. പക്ഷെ നമുക്ക് നാളെ രാവിലെ 7 മണിക്ക് ഇറക്കാൻ പറ്റുള്ളൂ. ചെറിയ ട്രിപ്പാണ്, ലോക്കൽ ട്രിപ്പാണ്. അപ്പോൾ നാളെ ഇറക്കിയാൽ മതി. അതുകൊണ്ട് നമുക്ക് പതുക്കെ പോയാൽ മതി, വലിയ തിരക്കൂട്ടി പോകുന്നും വേണ്ട. സമയം രാവിലെ 8:50. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇപ്പോൾ വിശക്കാണെങ്കിൽ ഞാൻ വഴിയിൽ വണ്ടി നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 120 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഡെൻമാർക്ക് ജർമ്മനി ബോർഡറിൽ നമ്മുടെ കമ്പനിയുടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ കിച്ചണും ബാക്കി ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിക്കും. എന്നാന്ന് തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ വിശക്കണില്ല, വിശന്ന് കഴിഞ്ഞാൽ അവിടെ നിർത്തും. നമുക്ക് അങ്ങനെയുള്ളത്, നമുക്ക് എപ്പോൾ വിശന്നോ അപ്പോൾ ഫുഡ്. അതാണ് നമ്മുടെ സെറ്റപ്പ്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇതാണ്. രാവിലെ നമ്മൾ വണ്ടി എടുത്തു. ഞാൻ ഇന്നത്തെ പരിപാടി രാവിലെ വണ്ടി എടുത്തു, ചെക്കിങ് കഴിഞ്ഞ് എടുത്ത് വന്ന് ട്രെയിലർ ഡ്രോപ്പ് ചെയ്ത് അടുത്ത ട്രെയിലർ കണക്ട് ചെയ്തിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇനി ഇത് നമ്മുടെ അടുത്ത പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇത് നേരെ പോയി ജർമ്മനി ചെന്ന്, ഇപ്പോൾ നമ്മൾ രാവിലെ വണ്ടി എടുക്കുമ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ. ആ പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയും കൊണ്ട് ചെന്ന് നമ്മുടെ ഹാംബർഗിൽ നമ്മുടെ കമ്പനിയുടെ അപ്പാർട്ട്മെന്റ് ഉണ്ട് ജർമ്മനി ഹാംബർഗിൽ. അവിടെ പോയി കിടന്നിട്ട് രാവിലെ അവിടുന്ന് ഒരു 15-20 കിലോമീറ്ററിൻ്റെ താഴെയുള്ളൂ നമ്മൾ ഈ ട്രെയിലർ ഡ്രോപ്പ് ചെയ്യല്ല, ഈ ലോഡ് അൺലോഡ് ചെയ്യേണ്ട സ്ഥലത്തേക്ക്. റെമഡീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് അൺലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ 10-20 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ മുന്നേ കണക്കാക്കിയിട്ട് അവിടുന്ന് ആ സമയത്തിന് ഇറങ്ങിയാൽ മതി. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഭാവിയിൽ പോകുന്ന വഴിക്ക് വല്ല പ്ലാനുകൾ ചേഞ്ച് വരികയോ എന്തെങ്കിലും അപ്ഡേഷൻസ് വരികയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാൻ ചേഞ്ച് ആവും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. നേരെ ചെന്ന് പാട്ട്ബർഗ് അപ്പാർട്ട്മെന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നേരെ ഹാംബർഗ് പോയിട്ട് വണ്ടി ഒതുക്കുന്നു. അതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ.